എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ അടുക്കളയ്ക്ക് കയറുമ്പോഴാണ്. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് സമയം ഏകദേശം ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. അത്താഴം കഴിക്കാൻ എഴുന്നേറ്റപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇനി നടന്നില്ല. കാരണം എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. 5 മണിയായി എഴുന്നേൽക്കുമ്പോൾ. 5:30ക്കാണ് ഒന്നും വാങ്ങുക. അപ്പോൾ 5 മണി എണീക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനും മറ്റ് ഭക്ഷണങ്ങളൊന്ന് ചൂടാക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിനും കൂടി നേരം കിട്ടില്ല. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ അന്നുവിനെ സ്കൂളിലേക്ക് വിടണമല്ലോ. അപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ഒന്നുകൂടി കിടന്നാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ സ്കൂളിലേക്ക് വിടാൻ അറിയില്ല. അപ്പോൾ ഞാൻ കിടക്കലില്ല. അത് സുബഹിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കലില്ല. ശീലമില്ല. പിന്നെ അങ്ങനെ ഓരോ ചെയ്യലാണ്. അപ്പോൾ ഇപ്പോൾ അന്നുവിനെ സ്കൂളിലേക്ക് വിടാൻ പോയിട്ട് കുളിക്കാൻ വെള്ളം വെക്കണം. പിന്നെ അവനക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമയമാകുമ്പോൾ അവനെ വിളിച്ചെണീപ്പിച്ചാൽ മതിയല്ലോ, എനിക്ക് ബാക്കി പണികളും എടുക്കാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അവനക്ക് കുളിക്കാൻ വെള്ളം വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്കിങ്ങനെ വയ്ക്കെ കാണാം. ഓക്കെ. ഇവിടെ ഒരാളെന്താ കുളിച്ചിട്ട് മറ്റേ ഇതൊക്കെ പുതപ്പൊക്കെ പൊഴിച്ച് കിടക്കുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഹൈഡീനെ കാണുന്ന. ഹൈഡീനെ കണ്ടാലും എനിക്ക് മതിയാവില്ല. കണ്ടാൽ തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. എന്താടാ തണുത്തിട്ട് ഇളകിയോ? ഇളകിയോ തണുത്തിട്ട്? എന്തിളകിയോ? എല്ലിളകിയോ? അതന്നെയാണ് ഒച്ചപ്പാട് കേൾക്കുന്നല്ലേ. സ്കൂളിൽ പോണ്ടേ? ഒന്ന് നോമ്പ് തുറക്കാൻ പോവാ കേട്ടോ രാവിലെ തന്നെ. എനിക്ക് നോമ്പില്ലാലോ? ഉണ്ടോ? എത്ര നോമ്പുണ്ട്? അത്ര നോമ്പുണ്ട് കേട്ടോ ഗായ്സ് എനിക്ക്. അപ്പോൾ ഓൻ ആദ്യത്തെ ഫസ്റ്റ് നോമ്പ് തുറക്കാൻ പോവാണ്. ഇനി ബാക്കി വയ്ക്കാൻ തുറക്കൂല്ലേ മോനെ? നോമ്പ് കഴിഞ്ഞില്ലല്ലോ. നോമ്പ് ഇനി കിടക്കല്ലേ. അതോ അതെവിടെ കിട്ടുക? നേരത്തെ എണീറ്റ് അവനെ ഞാൻ ആട്ടി ഉറക്കിയതാട്ടോ. കുഞ്ഞാപ്പി നോമ്പുണ്ടോ? കുഞ്ഞാപ്പിക്ക് നോമ്പുണ്ടോ? ഇതാ സുന്ദരൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് തല വാർന്നിട്ട്. എങ്ങനെ തല വാരുന്നേ? ഇവന് ഇവിടെ ഒരു ചുഴിപ്പുള്ളത് കണ്ടോ? ചുഴിപ്പുള്ളത് കൊണ്ട് മുടി എങ്ങനെ വാർന്നാലും നിൽക്കൂല. ഇനിയിപ്പോൾ നീളം വെക്കണം. ഒരാവേശത്തിന് കൊണ്ടുപോയി മുട്ട അടിക്കുകയും ചെയ്ത്. സുന്ദരനായി ഗ്ലാമറായി. സോഫേൻ്റെ വിരി കണ്ടോ? എത്ര വിരിച്ചിട്ടാലും അതിനെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് വെക്കും. ഇനിയിപ്പോൾ സോഫ വിരി ഒഴിവാക്കേണ്ടി വരും. ഇതന്നോ അയിനാബി ഗുഡ് മോർണിംഗ്. അയിനാബിക്ക് നോമ്പാ? എന്താ എന്താ എവിടേക്കാ കൂട്ടാൻ വരണ്ടേ? സ്കൂളിക്കോ? ഞാൻ റോട്ടിക്ക് വരാം. സ്കൂളിലേക്ക് മീനെ കയറ്റൂലാലോ. ആരാ പറഞ്ഞേ? സ്കൂളിൽ മീനെ കയറ്റൂല. സ്കൂളില് ഉമ്മച്ചിമാരല്ലോടല്ലാലോ. അങ്ങനെയൊക്കെ ഉണ്ട്. അതറിയൂലേ? അതല്ല അമ്മീ വരാത്തത്. ആരോ അലോടാന്ന്. ഇപ്പൊ ടീച്ചറെ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അലോടാണെങ്കിലും അമ്മി വരാം, ഇല്ലെങ്കിൽ അമ്മി റോട്ടിൽ വരുള്ളൂ. എന്താ പറ്റിച്ചേ? കേറാൻ നോക്കുമ്പോ ആണോ? നമുക്ക് ആന്റീനോട് ചോദിച്ചു നോക്കാം അല്ലേ. അമ്മീനെ കയറ്റോ? വൈകുന്നേരം സ്കൂള് വിട്ട് കൂട്ടാനാന്ന് ചോദിച്ചു നോക്കാം അല്ലേ. ആയിക്കോട്ടെ അമ്മി നോക്കട്ടെ. എത്ര മണിക്കാ? അമ്മിക്കറിയാ 3 മണിക്കല്ലേ. അമ്മി നോക്കട്ടെ. ഉറപ്പിക്കണ്ട. അമ്മീനെ കണ്ടിക്കല്ലേ ബസ് കയറി വന്നു. അമ്മി ഇവിടെ റോട്ടിൽ നിൽക്കും കേട്ടോ. അമ്മീനെ കയറ്റി വിട്ടിക്കില്ലെങ്കിൽ അമ്മി റോട്ടിൽ നിൽക്കും കേട്ടോ. എനിക്ക് എന്തെങ്കിലും വേണ്ടാത്തുണ്ടോ? ടിവിയിൽ എന്ത് കണ്ടാലും അത് വാങ്ങിത്താ മതി. അതെന്താ പമ്പരോ? അത് ബിങ്കോനോട് കിട്ടുന്നതാ. ബിങ്കോടെ ഉണ്ടോ? ബിങ്കോ ഉണ്ട്. കുയിപ്പല്ലേ? പിന്നെ ഫുള്ള് കുയിപ്പല്ലല്ലേ.
ഇന്നത്തെ നമ്മുടെ വിഭവം. പിന്നെ ഇന്ന് കൊഴുക്കട്ടയായിട്ട് ഉണ്ടാക്കിയത്. ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാത്ത വെച്ചാൽ കുറച്ച് ഇത് മാത്രമേ ഉണ്ടാക്കിക്കൊള്ളൂ, നൂൽപുട്ടും പിന്നെ കറിയും അങ്ങനെയൊക്കെ. പൊരിച്ചടി വേറൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ ഉണ്ടാക്കിയ കടി തന്നെ അതവിടെ ബാക്കി. അപ്പം പിന്നെ വെറുതെ ആക്കണ്ട വെച്ച് പിന്നെ കുറച്ച് തരി കാച്ചി, തരി കുടിക്കണം എന്നൊരു പൂതി പോലെ തരി കാച്ചി. പിന്നെ ഇതാ ഓറഞ്ച് ജ്യൂസ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയുണ്ട്. പിന്നെ എല്ലാം തരിയൊക്കെ കുടിക്കണം എന്നൊക്കെ പൂതിയുണ്ട്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റുമോ അറിയില്ല. പിന്നെ എപ്പോഴും എല്ലാം തിന്നണം എന്നുള്ള ഇതിൽ ഉണ്ടാക്കി വെക്കും. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിന്നെ വയറ് ദമ്മാവും. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ഉമ്മാണ്ട് പറഞ്ഞ് ഞാൻ ആദ്യം ജ്യൂസ് കുടിക്കുന്നില്ല, ആദ്യം ചൂടുള്ള ചായ കുടിച്ചു നോക്കട്ടെ, എന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാമല്ലോ എന്ന്. അപ്പം ഇന്ന് ജ്യൂസ് ലാസ്റ്റിലേക്ക് വെച്ച്, ജ്യൂസ് പുറത്തെടുത്ത് വെച്ച് ലാസ്റ്റ് കുടിക്കാൻ വെച്ചിട്ട് ചായ കുടിക്കട്ടെ വെച്ച് ഇന്നിപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇന്നിപ്പോൾ കടി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഇപ്പോൾ കൊഴുക്കട്ടയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയത്. അത് പിന്നെ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവിടെ കടന്ന് മോനെ ഉറക്കിയിട്ട് അവിടെ കടന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയിട്ട് ഉറങ്ങിപ്പോയിട്ട് കുറച്ച് നേരം വൈകി എണീക്കുമ്പോൾ അപ്പോൾ ഞാൻ അറിഞ്ഞില്ല, നല്ല ഉറക്കം ഉറങ്ങി. ഞാൻ ഉമ്മ വന്നിട്ട് വിളിച്ചപ്പോൾ ഞാൻ എണീറ്റത്. പക്ഷേ ഞാൻ എണീക്കുമ്പോഴത്തേനും ഏകദേശമൊക്കെ ഉമ്മ ആക്കി വെച്ചിക്ക്. പിന്നെ ഞാൻ എണീറ്റ് വന്ന് ജ്യൂസും അടിച്ച് ചായയും കാച്ചി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അത്രമാത്രം ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ ഉമ്മ ആക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഒന്നാമത് കൂടുതലായിട്ട് വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ വാങ്ങ് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കട്ടെ, വാങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കട്ടെ. അപ്പോൾ നന്നായിരുന്നു. അത് ജ്യൂസ് കുടിച്ച് മൂക്കൊലിക്കുണ്ടോ അതോ ജ്യൂസോ? വേണോ? ഞാണ്ട അല്ല ഓ എന്താണ് ഉമ്മമ്മയുടെ എടമ്മമ്മ കിർക്കാൻ കാക്ക അതിനെ കരയിപ്പിക്കാൻ വരുന്നുണ്ട്. നോക്ക് കുരുത്തക്കേട്. ഒറ്റ എടുക്ക്, അതുകൊണ്ട് ഒറ്റ എടുക്ക്. അതന്നെ കിട്ടണം, വാങ്ങിക്കോ കേട്ടോ. ഞാൻ തടയൂല. കുഞ്ഞാവനെ കാട്ടരുത്. ഇനി എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് ഓൻ തിരിച്ചും കാണിക്കുക. ഇനി നല്ല കുട്ടിയായോ ഓനും നല്ല കുട്ടിയാവും കേട്ടാ. കേട്ടുക്ക. കാക്കനെ കാട്ടണ്ട. കൈയടിക്ക്. ഉമ്മീനടിക്കുന്നോ? എന്തടാ കൈയടിക്കാൻ പറഞ്ഞിട്ട് ഉമ്മീനടിക്കുന്നോ? എന്ത് സാധനല്ലേ അതിന് കൈയടിക്ക്. എനിക്ക് ടിമ്മിനെ കൊടുത്ത എല്ലാ തൊക്കിലേറ്റ് പോകുന്നു. നോക്കിച്ചൊക്കെ കൊടുക്കടാ. അതിന് കൈയടിക്ക്. മീനടിക്കരുത്. കൈയടിക്ക. കയ്യിൽ കൊള്ളണ്ട കേട്ടോ, വേനാവും. കയ്യിൽ കൊള്ളണ്ട. ഉമ്മീനടിക്കുന്നടാ. ഉമ്മില്ല അന്നു ഉമ്മി വൈകുന്നേരം ഇവിടെ ഉറങ്ങുമ്പോഴേ ഇവനില്ലേ ബേറ്റ് എടുത്തിട്ട് ഉമ്മീനെ തലക്കടിച്ച്. ഉമ്മി കണ്ണുറന്ന് നോക്കുമ്പോ ഉമ്മാന്ന് വിളിച്ചിട്ട് ഉമ്മീനെ തലക്കടിക്കുന്നു. ഇതൊരു സാധനം അല്ലേ. വേണ്ട ഇനി അടിക്കുമ്പോൾ ഓൻ അതുപോലെ അടിക്കുന്നുണ്ടോ? ഇനി കാട്ടി കൊടുക്കുന്ന ഓൻ തിരിച്ച് കാണിക്കുക. ഇനി അടങ്ങിക്കാ പോനും അടങ്ങിക്കോ. നോണക്കുയി ഉണ്ടല്ലോ. നോണ അറിയാൻ തുടങ്ങിയ ഇനി കുയി വരുന്നത് ആച്ചിക്ക്. വരുന്നുണ്ട്. ആ നുണക്കുയി ഇവിടെ വരുന്നുണ്ട്. എടാ അടിക്കില്ലടാ. ഇവിടെ നോക്ക് ഒരാൾ എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കേസ് കൊടുക്കും കേട്ടോ. ഉമ്മീനെ അടിച്ചുകൊണ്ട് കേസ് കൊടുക്കേ. എവിടെ? ഉമ്മിക്ക് കുറച്ചുണ്ട്, ലേശം. പറയാനും മാത്രമൊന്നുമില്ല.
ഗുണ്ട 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 ഗുണ്ട. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇവിടെ രണ്ടും ഭയങ്കര കളിയാണ്, അടി കൂടുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ പിടിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, നടക്കണം.